ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഓണം വ്ലോഗാണ്. അപ്പോൾ ഇന്നലെയും മിനിയാന്നായിട്ട് ഞാൻ 2-3 ക്ലിപ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഓണത്തിന് പ്രമാണിച്ച്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടോ. അപ്പോൾ ഗൈസ്, ഇത് ഓണത്തിൻ്റെ തലേദിവസമാണ്, സെപ്റ്റംബർ 4th. അപ്പോൾ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു ഓണത്തിൻ്റെ. എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സ് കണ്ടക്ട് ചെയ്ത പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ നമ്മളും സദ്യ കഴിക്കാനിരുന്നു കേട്ടോ. അങ്ങനെ സദ്യക്കുള്ള എല്ലാ കറികളും ഇട്ട് ചോറും വിളമ്പി അടിപൊളിയായിട്ട് സദ്യയും കഴിച്ചു. ഇതിപ്പോൾ ഞാൻ ടോട്ടൽ 2 സദ്യ കഴിച്ചിട്ടോ. സദ്യ കഴിച്ചതിന് ഒരു റെസ്റ്റ് അത് മസ്റ്റ് അല്ലേ. അപ്പോൾ റൂമിൽ ചെന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചായ കുടിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എവിടെ പോകുന്നു പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയേക്കണത്. അങ്ങനെ അവസാനം ഒരു സ്ഥലം ഫിക്സ് ചെയ്തു, ബട്ട് അത് പൂട്ടിയിട്ടൊക്കെയായിരുന്നു. എന്നിട്ട് വേറൊരു ചായക്കട വന്ന് ചായയും കടികളൊക്കെ കഴിച്ചു. പഴംപൊരിയും വടയൊക്കെയാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. ഇവിടെ ഒരാൾ മുണ്ട് കൊടുത്തിട്ട് ക്രോസ് ചെയ്യാൻ പെടുന്ന പാടാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അപ്പോൾ അവിടെ നാളത്തേക്ക് സദ്യക്കുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോഴാണ് ഞാൻ പൂക്കളം ഇടാനായിട്ട് പൂവൊന്നും വാങ്ങിയിട്ടില്ലെന്ന് ഓർത്തത്. അങ്ങനെ പൂ വാങ്ങാൻ വേണ്ടിയിട്ട് തോപ്പുംപടി വരെ പോയി. പൂക്കളത്തിനുള്ള പൂവും പിന്നെ നാളത്തേക്ക് മുല്ലപ്പൂവും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സിസ്റ്ററായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തിരിച്ചു വരണ വഴി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അത്തക്കളത്തിനുള്ള ഡിസൈനൊക്കെ ഇട്ട് പതിയെ പൂ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങിപ്പോൾ കാണാൻ പോകുന്നത് ഓണത്തിന്റെ അന്നെടുത്ത വീഡിയോസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഹാപ്പി ഓണം. അങ്ങനെ ഉച്ചയായപ്പോൾ നല്ല സദ്യ കഴിച്ചു. ഉപ്പും ചിപ്സും ഉപ്പേരിയും ഇഞ്ചിക്കറിയും ഉള്ളിക്കറിയും അച്ചാറും ബീട്രൂട്ട് പച്ചടിയും അച്ചിങ്ങ തോരനും ക്യാബേജ് തോരനും അവിയലും കൂട്ടുകറിയും പൈനാപ്പിൾ പച്ചടിയും പരിപ്പും പഴവും പപ്പടവും ആവശ്യത്തിനുള്ള ചോറും സാമ്പാറും കൂടി കൂട്ടിയിട്ട് നല്ലൊരു സദ്യ കഴിച്ചു. പിന്നെ സദ്യ എന്ന് കേൾക്കുമ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പായസവും പപ്പടവും പഴവും കൂടി കൂട്ടി കഴിക്കുന്ന ഒരു സീനാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സദ്യ ആയിരുന്നത് കൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ വൈകുന്നേരം പിക്സ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഒന്ന് പുറത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും നല്ല അടിപൊളി പിക്സ് ഒക്കെ അവിടെ നിർത്തി കൊടുത്തിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. നമ്മള് പിക്സ് എടുക്കാൻ പോയ സ്ഥലവും നമ്മുടെ വീടും തമ്മിൽ അധികം ദൂരമൊന്നുമില്ല കേട്ടോ. നമുക്ക് വേഗം പോയി വരാവുന്നതേ ഉള്ളൂ. അധികം ടൈമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് പുറത്ത് ബീച്ച് വരെ പോവാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. റോഡിലൊക്കെ നല്ല തിരക്കും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ബീച്ചിൽ പോവാന്ന് പ്ലാൻ ചെയ്തത് കൊണ്ട് നേരെ ആദ്യം ബീച്ചിലോട്ട് തന്നെയാണ് പോയത്. ബീച്ചിൽ കുറെ നേരം സ്പെൻഡ് ചെയ്ത് കുറെ നടന്നൊക്കെ കഴിഞ്ഞപ്പോൾ മഴ പെയ്തപ്പോൾ പെട്ടുപോയി. കയറി നിൽക്കാൻ ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്ഥലം തപ്പി നോക്കുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ഒപ്പം കുറച്ചു നേരം സംസാരിച്ചിട്ട് വീട്ടിലോട്ട് പോയി. മഴ കാരണം എനിക്ക് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഓണം വ്ലോഗ് ഇവിടെ തീരാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.